അസ്സലാമലൈക്കും. കുറേ ദിവസമായില്ല എന്നെ കാണാത്ത. മംഗലെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തതാവാ. കുറേ ദിവസമായില്ല പരിപാടി എന്നെ കൂടുന്നത്. അങ്ങനെ ഇന്ന് ഞമ്മ പോകുന്നതില്ല. മംഗലത്തിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇത് പുരയിലത്തെ അപ്പാൻ്റെ അടുത്തല്ലേ ഒരു മംഗലുണ്ട്. അങ്ങനെ അടുത്ത മംഗലെല്ലാം കഴിഞ്ഞ് ഇത് നമുക്ക് സൽക്കാരമാണ് ഇന്ന് വിരുന്നുണ്ടായത്. ഇത് ഹോട്ടൽ എടപ്പാ സൺറോക്ക് ഹോട്ടലിലുണ്ടായത്. ഇത് ഞാൻ കുറച്ച് ബിയത്തിന് ഞാൻ എടുക്കും കുറച്ച് ലേറ്റായിട്ട് എത്തല്ലേ. ഇന്ന് കുറച്ച് ബിയത്തിന് അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് ഇത് അടുത്തോറെല്ലാം വന്നിട്ടുണ്ടായി. ഇത് പുതിനാട്ടിൻ്റെ അടുത്തോറ നമുക്കാക്കി പെരുന്നാഞ്ഞ് ഇത് അടുത്തോറെല്ലാം വന്നിട്ടുണ്ടായി. പക്ഷെ നമ്മൾ ദീദിമാരെല്ലാം വരാത്ത ഞാൻ അവിടെ തന്നെ കുറച്ച് നേരം പോസ്റ്റ് അടിച്ചിട്ട് ഇരുന്നിട്ടുണ്ടായി. അങ്ങനെ ഓറെല്ലാം വന്നിട്ട് ഞമ്മെല്ലാം ഉള്ളിലേക്ക് പോയി. അങ്ങനെ നമ്മൾ ചെല്ലുന്നുണ്ട്. മംഗലം കഴിഞ്ഞിട്ട് കുറേ ആയില്ല നമുക്ക് ആകെ അത്ര തന്നെ 2-3 ദിവസമായി കാണാത്ത ഞങ്ങൾ ചെല്ലുന്നുണ്ട്. കുറേ നേരം മുണ്ടാത്ത കുറേ നേരമല്ല കാണാത്തതെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് അതെല്ലാം പറയും. ഞാൻ എല്ലാവരും വീഡിയോസ് എല്ലാം ഇടുമ്പോൾ ഇങ്ങനെ പകുതി നില നിർത്തിയിട്ട് പോകുമ്പോൾ വിചാരിച്ചുകൊണ്ടേ എന്തിന് വീഡിയോസ് എല്ലാം ഇടാൻ അത്ര പടിങ്ങ എഡിറ്റിങ് എല്ലാം ആക്കാൻ പണിയാണ്. റഹ്മാനെ ഈ ഫീൽഡിലേക്ക് എത്തിയിട്ടാണ് ഇതിൻ്റെ കഷ്ടപ്പാടറിഞ്ഞത്. ഒരിക്കൽ നിരിച്ച് മതിയാക്കിയിട്ട് എന്നെ പോയിറാന്ന് കഴിയുന്നില്ല. ബെൽച്ചൊങ്ക് വണ്ടി എത്തുന്നേയില്ല. ഒരു തലയിൽ ക്ലാസ്, ഒരു തലയിൽ പേരൻ്റെ പണി, ഒരു പരിപാടി, പിള്ളേർ, അതിൻ്റെ ഇടയ്ക്ക് എഡിറ്റിങ് കഴിയുന്നേയില്ല, എത്തുന്നേയില്ല. ബാണ്ടാന്ന് തന്നെ നിരിച്ച് അന്നെങ്കിൽ ഓരോരോ ടൈമിൽ നിരിക്കുന്നു. അന്നെങ്കിൽ എടുത്തിറങ്ങി എന്നിട്ട് അങ്ങനെ വന്നത്. പിന്നെ ഒരിക്കൽ നിരിച്ച് ബാണ്ടാന്നിട്ട് മതിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായി. പിന്നെ ആരോ കുറച്ച് ആളെ സപ്പോർട്ട് ഞാൻ എല്ലാവരുടെ വീഡിയോ എത്തിക്കുന്നുണ്ട്. ഓരെല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് നോക്കിയിട്ട് മടുത്ത് എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ നല്ലിട്ട് നിങ്ങൾ കളിയാക്കുന്നുള്ളത്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് പിള്ളമാരെല്ലാം ഒരു സെക്ഷനിൽ ഇരുത്തിയിട്ടുണ്ടതാ. മാഷാല്ലാ പിള്ളമാരെല്ലാം നല്ല സെറ്റപ്പിൽ ഇരുന്നിട്ടുണ്ട്. ഞാൻ പറയുന്നുണ്ടായത് എന്തെങ്കിലും ഫംഗ്ഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ ഹോട്ടലിൽ ആടിടാൻ ഇങ്ങനെ കൊടുത്തങ്ങ് നല്ലത്. പുര ഇതാവാനുമില്ല. പിള്ളമാർ ഇതാക്കി എന്നിട്ട് പിള്ളമാരെ ബാക്കിൽ നടക്കാനുമില്ല. അതിലെ പോയി എന്നിട്ട് പിള്ളമാരുടെ ഒരു സെറ്റിൽ നേരെ ഇരുന്നിട്ടുണ്ടാകുന്നത്. പിള്ളമാരെ ബാക്കിൽ നടക്കേണ്ടത് വേണ്ട. ഇത് നമ്മൾ എവിടെ ഫംഗ്ഷൻ കൂടെങ്കിൽ അത് പിള്ളേർ അതിലെ പോയി അതിൻ്റെ ഒരു ഡൗട്ട് തന്നെയല്ല. ഇത് അങ്ങനത്തെ ഒരു ടെൻഷനേ വേണ്ട. പിള്ളേരെ ഭാഗത്ത് നേരെ ഒരു മൂലക്ക് ഇരുന്നിട്ട് നമുക്കായും കൊക്കും ആരോ സ്വീകരിക്കണം അങ്ങനെ ഇങ്ങനെ നിലത്തൊന്നുമില്ല. അവിടെ പോയി നമുക്ക് ഇരുന്നാൽ മതി. എല്ലാം സെറ്റായിട്ട് ഓർ കൊണ്ടുവരും. പണി എന്തോ എടുക്കണ്ട. അങ്ങനെ ഞങ്ങളെല്ലാം പ്ലാൻ ആക്കിയിട്ട് പോയിന്. ഇനി എവിടെ ബിരുന്ന് കൊടുക്കുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ എല്ലാം മാറിയിട്ട് ഹോട്ടൽ മാറിയിട്ട് ഹോട്ടലിൽ തന്നെ കൊടുക്കുക. പോരല്ലേ ഇനി ചത്തിരി പണിയെടുക്കാനെന്ത് നിൽക്കണ്ടെന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും ഒരു പ്ലാനിട്ട് പോയതറിഞ്ഞാൽ അങ്ങനെ ഫുഡെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവെക്കുന്നുണ്ട്. കസിൻസ് എല്ലാം ഒന്നും ആകെ ഇരുന്നിനാവാ. ഇതിപ്പോൾ പിള്ളമാരെ കാലാന്നല്ല പറയുന്നില്ലേ. ഓരോരു ഗ്യാങ്ങാണ്. ഓരെല്ലാം ഒക്കെ ഇരുന്ന് ഞങ്ങൾ കളിയാക്കുന്നുണ്ട്. ഇങ്ങനെ ഒക്കെ ഇരുന്നിട്ട് ഞങ്ങളെല്ലാം ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓരല്ലേ നിങ്ങളെ കാലം കഴിഞ്ഞിരിക്കും ഞങ്ങളെ കാലം. അങ്ങനെ ഫുഡ് കൊണ്ടുവെക്കുന്നതിൻ്റെ ഇടയിൽ കുറേ വീഡിയോസും ഫോട്ടോസും റീൽസും എല്ലാം ഞങ്ങൾക്ക് കുറേ എടുത്ത് ഫോട്ടോ എടുത്തെങ്കിൽ പിന്നെ നമുക്ക് മതിയാവില്ലല്ലോ. അങ്ങനെ കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ ജിജുമാരെല്ലാം ബിസിയമ്മ കഥ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കമൻ്റ് ആക്കാവാ ഞാൻ നിർത്തണ ബാണ്ടേ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലേന്ന്. ഓരോരാളെ കമൻറ്റ് കാണുമ്പോൾ വീഡിയോ തുടങ്ങാമെന്ന്. ഒരാളെ കമൻറ്റ് ഇട്ടിട്ട് തന്നെ പാഞ്ഞിറാന്നിരിക്കുന്നു. പുതിയ ആൾക്കാരല്ലേ. അപ്പോൾ ഒരാളെ ഇഷ്ടപ്പെടും, ഒരാളെ സംസാരം ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടുന്ന കുറേ ആളുണ്ട്. അത് വിചാരിക്കുമ്പോൾ നിർത്തണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഒരാളെ കമൻറ്റ് കാണുമ്പോൾ അപ്പോൾ ഞാൻ കുറേ പറഞ്ഞത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊണ്ടുവച്ചിട്ട് വരാം. അങ്ങനെ ഫുഡെല്ലാം വെച്ചിട്ട് നേരെ പെരുക്ക് വന്നു. അപ്പം ഇന്നത്തെ ഇവിടെ ഇത്രയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.